നടിയെ ആക്രമിച്ച കേസിൽ നീതി ലഭിച്ചു എന്ന് കരുതി ഇരിക്കുകയാണ് പലരും. അതേസമയം നടിക്ക് നീതി ലഭിച്ചു എന്നും നടൻ ദിലീപ് ഈ ഒരു കേസിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്നു. പക്ഷേ അതൊക്കെ മാറി മറിയാൻ പോവുകയാണ്. വിചാരണ കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ പ്രതികൾക്ക് നടൻ ദിലീപ് അടക്കമുള്ള 8 പ്രതികൾക്കും നോട്ടീസ് അയക്കൽ ഉത്തരവായത്. അതായത് വീണ്ടും വിചാരണ നടക്കും. മാത്രമല്ല ഇതിനൊരു അന്തിമ വിധി ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് അതിനർത്ഥം. നേരത്തെ വിചാരണ കോടതിയുടെ വിധിയിൽ ഗുരുതരമായ നിയമപരമായ പിഴവുകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഏകദേശം 300 പേജുകളുള്ള വിശദമായ അപ്പീലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ജഡ്ജിക്കെതിരെ കടുത്ത പരാമർശവും വിമർശനവും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കേസ് വിചാരണ കോടതിയിൽ നിന്നും എങ്ങനെയെങ്കിലും വിധി വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയും. കാരണം അതിനുശേഷമാണ് ഹൈക്കോടതിയിലേക്ക് അവർക്ക് പോകാൻ വേണ്ടിയിരുന്നത്. അതിന് ഇത്രയും വർഷം വേണ്ടി വന്നു എന്നതാണ് മറ്റൊരു കാര്യം. ദിലീപിനെ വെറുതെ വിട്ട ഈ ഒരു നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്ന് തന്നെയാണ് സർക്കാരിന്റെ വാദം. 8ാം പ്രതിയും 1ാം പ്രതി പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ശക്തമായ ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും വിചാരണ കോടതി വേണ്ട വിധം പരിഗണിച്ചില്ല എന്നാണ് അപ്പീലിൽ പറയുന്നത്. അതെന്തായാലും ഹൈക്കോടതി പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ നടൻ ദിലീപിന് ഇന്ന് കാണുന്ന ഈ ഒരു സമാധാനം പോലും നഷ്ടപ്പെട്ടേക്കാം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.